ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഉത്തരം ഓണം. മഹാബലിയുടെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം വിരോചനൻ. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം എപ്പോൾ? ഉത്തരം 1961. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരപ്പന്. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? ഉത്തരം മധുരൈ കാഞ്ചി. ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടാറുള്ളത്? ഉത്തരം ഉത്രാടം നാളിൽ. 4-ാം ഓണം ഏത് മഹാത്മാവിന്റെ ജന്മദിനമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം. ഓണപ്പൂക്കൾ പറിച്ചില്ലേ, നീ ഓണക്കോടിയുടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഓണത്തെക്കുറിച്ചുള്ള ഈ വരികൾ എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തമിഴ്നാട്ടിൽ. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഉത്തരം കാശിത്തുമ്പ. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം മൂലം നാൾ മുതൽ. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം വിന്ധ്യാവലി. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ്? ഉത്തരം കശ്യപൻ. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ അമ്മ ആരാണ്? ഉത്തരം അതിഥി. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട് ഏതാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഓണാട്ടുകര. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം 5-ാമത്തെ അവതാരം. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം. മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ്? ഉത്തരം ബാണാസുരൻ. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഉത്തരം ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. 2-ാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, അത് ഏതു പേരാണ്? ഉത്തരം അമ്മായി ഓണം. ഓണപ്പാട്ടുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം കുഗ്രാമം. ഓണാട്ടുകര അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഓടനാട്. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
ഉത്തരം ഇന്ദ്രവിഴ എന്ന പേരിൽ. ഓണത്തിന് എത്രാമത്തെ ദിവസമാണ് പുലിക്കളി നടക്കുന്നത്? ഉത്തരം 3-ാമത്തെ ദിവസം. ഓണവുമായി ബന്ധപ്പെട്ട പുലിക്കളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? ഉത്തരം തൃശൂർ ജില്ല. ഓണത്തിന്റെ 5-ാമത്തെ ദിനം ഏതാണ്? ഉത്തരം അനിഴം. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളി? ഉത്തരം ആറന്മുള വള്ളംകളി. എന്തിനു വേണ്ടിയാണ് ആളുകൾ ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളും ഒക്കെ ഒരുക്കുന്നത്? ഉത്തരം മാവേലിയുടെ സമ്പൽ സമൃദ്ധമായ ഭരണം ഓർക്കുവാൻ വേണ്ടി. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? ഉത്തരം തിരുവാതിരക്കളി. ഓണ ഉത്സവവുമായി ബന്ധപ്പെട്ട അമ്പലം ഏത്? ഉത്തരം വാമനമൂർത്തി അമ്പലം അഥവാ തൃക്കാക്കര അമ്പലം. ഏതു സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം തൃപ്പൂണിത്തുറ. മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? ഉത്തരം പ്രഹ്ലാദൻ. വള്ളംകളിയിൽ പാമ്പിന്റെ ആകൃതിയിലുള്ള വെള്ളത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ചുണ്ടൻ വള്ളം. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരം മിസോറാം. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന് അർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം തൃക്കാക്കരയിൽ. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതാണ്? ഉത്തരം ഋഗ്വേദം. മലബാറിൽ ഓണത്തിന്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏത്? ഉത്തരം ഓണപ്പൊട്ടൻ. ബുദ്ധമത വിശ്വാസമനുസരിച്ച് ഏത് പദം ലോപിച്ചതാണ് ഓണം? ഉത്തരം ശ്രാവണം എന്ന പദം ലോപിച്ച്. ഓണക്കാലത്ത് തുമ്പച്ചെടി കൊണ്ട് മുഖം മറച്ച് കണ്ണടച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ചുറ്റും ഒരു കൂട്ടം സ്ത്രീകൾ ചെന്ന് പാട്ടുപാടി കളിക്കുന്ന വിനോദം ഏത്? ഉത്തരം തുമ്പിത്തുള്ളൽ. ഉത്രാട ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്ക് എന്താണ് പറയുന്നത്? ഉത്തരം ഉത്രാടപ്പാച്ചിൽ. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടത്തുന്നത്? ഉത്തരം പമ്പാ നദിയിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ ഓണാശംസകൾ നേരുകയാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.